തനിക്കെതിരായ ലൈംഗിക പീഡന പരാതി കോവളം മണ്ഡലത്തിൽ സ്വാധീനിക്കണമെങ്കിൽ 2021 സ്വാധീനം ചെലുത്തണമായിരുന്നുവെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി എം വിൻസെന്റ് MLA. തനിക്ക് സീറ്റ് ഉണ്ടാകില്ലെന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. അതിൽ അവർ ഒരു ഖേദപ്രകടനവും നടത്തിയില്ല. പ്രതിസന്ധി കാലത്ത് മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ ചേർത്തു പിടിച്ചിട്ടുണ്ടെന്നും എം വിൻസെന്റ് 24-നോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസ് അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. തലസ്ഥാന ജില്ലയിലെ 3 മണ്ഡലങ്ങളാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ കോവളത്തെ സ്ഥാനാർത്ഥി വിൻസെന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് കോവളത്ത് കോൺഗ്രസിനെ പ്രതികരിച്ചിറങ്ങാൻ പോകുന്നത്. മണ്ഡലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? വലിയ പ്രതിസന്ധി നിറഞ്ഞ കാലത്ത് പോലും അവർ ഹൃദയത്തോടെ എന്നെ ചേർത്ത് വെച്ചു. അവരുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിയില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വിഷയങ്ങൾ ഉയർന്നു വന്ന സമയത്ത് CPM ഏറ്റവും കൂടുതൽ അതിനൊപ്പം ഉയർത്തിക്കാട്ടിയ പേരുകളിലൊന്ന് അങ്ങയുടെ പേരായിരുന്നു. അത്തരം ആരോപണങ്ങളൊക്കെ ഒരുപക്ഷെ മണ്ഡലത്തിൽ സ്വാധീനിക്കാനുള്ള സാധ്യത ഉള്ളതായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ? അത് സ്വാധീനിക്കണമായിരുന്നെങ്കിൽ അത് 21 തെരഞ്ഞെടുപ്പിലാണ് സ്വാധീനിക്കേണ്ടിയിരുന്നത്. സ്വാഭാവികമാണ്, ഇത്തരം കേസുകൾ വരുമ്പോൾ നമ്മുടെ പേരും കൂടെ പരാമർശിച്ച് വരുന്നത് സ്വാഭാവികമാണ്. അതാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അത് വരും. മാധ്യമങ്ങളത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്ന് തന്നെ ചില മാധ്യമങ്ങൾ ഉയർത്തിയില്ലേ, അവിടെ അവരുടെ റിപ്പോർട്ടുകൾക്ക് നമ്മൾ പ്രതികരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇന്നിപ്പോൾ CEC മീറ്റിംഗ് കൂടിക്കൊണ്ട് എത്ര മണിക്കൂറുകളാണ് മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്നതെന്നറിയാം. ആരും ഒരു കാര്യം പറഞ്ഞില്ല. അപ്പോൾ ആധികാരികമായ ചില ചാനലുകൾ പറയുകയാണ് സീറ്റില്ല എന്ന് പറയുകയാണ്. പ്രഖ്യാപിച്ചപ്പോൾ അതൊരു ഖേദപ്രകടനം പോലും നടത്തിയില്ല എന്ന് മാത്രമല്ല, പ്രഖ്യാപിച്ചപ്പോൾ എന്താ ചെയ്തെന്നറിയാം? വിൻസെന്റിന് ആശ്വാസം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ട് നില പരിശോധിച്ച് നോക്കിയാൽ കോവളം മണ്ഡലം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വോട്ട് നില പരിശോധിച്ച് നോക്കി മണ്ഡലാടിസ്ഥാനത്തിൽ അതൊരു ആശങ്ക ഉണ്ടാക്കുന്നൊരു കണക്കായിരുന്നു. അത് 7 പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് പോലും ഞങ്ങൾ അധികാരത്തിൽ വന്നില്ല. 2020 തെരഞ്ഞെടുപ്പിൽ 7 പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിലും ഞങ്ങളില്ല. ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ നില. അന്നാണ് ഞങ്ങൾ 11,000 വോട്ടിന് ജയിച്ചത് കേട്ടോ. എന്തായാലും ഈ പറഞ്ഞതുപോലെ ആരോപണങ്ങൾ എന്തുണ്ടായിക്കോട്ടെ, പ്രചാരണങ്ങൾ എന്ത് നടന്നോട്ടെ, കോവളം മണ്ഡലം ഇപ്പോഴും വിൻസെന്റിൻ്റെയും കോൺഗ്രസിൻ്റെയും കൈകളിൽ സേഫാണെന്നാണ് വിൻസെന്റ് പറയുന്നത്. ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അജ്മൽ ദിറാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.